സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ NDPS ആക്ടിന്റെ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2 മാർക്കാണ് NDPS ആക്ട് ഇന്ന് CPO എക്സാമിന് ചോദിക്കുന്നത്. NDPS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതിയവർക്കൊക്കെ അറിയായിരിക്കും NDPS ആക്ട് എന്താണെന്ന്. അപ്പൊ എന്താണ് NDPS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. അപ്പൊ NDPS എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് 1985. നോക്കാം, അതിന്റെ ബേസ് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യമേ നോക്കി പോവാം. ഫസ്റ്റ് തന്നെ NDPS ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് 1985 സെപ്റ്റംബർ 16-നാണ്. 1985 സെപ്റ്റംബർ 16-നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. നമ്മുടെ ഈ ഒരു NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി നമ്മുടെ ഈ ഒരു NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1985 നവംബർ 14-നാണ്. അപ്പൊ 1985 നവംബർ 14-നാണ് NDPS ആക്ട് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ക്ലിയർ ആണ്? ഒന്നുകൂടെ പറയാം, 1985 നവംബർ 14-നാണ് NDPS ആക്ട് നിലവിൽ വന്നത്. ക്ലിയർ ആണ്? അങ്ങനെ വന്ന നമ്മുടെ NDPS ആക്ടില് നിലവിൽ 83 സെക്ഷൻസും 6 അധ്യായങ്ങളും 1 ഷെഡ്യൂളും ഉണ്ട് കേട്ടോ. പഠിച്ചു നോക്കണേ, NDPS ആക്ടിൽ 83 സെക്ഷനുകളും 6 അധ്യായങ്ങളും 1 ഷെഡ്യൂളും ഉണ്ട്. ഇനി NDPS ആക്ട് പ്രകാരം 1986 മാർച്ച് 17-ന് നിലവിൽ വന്ന സ്ഥാപനമാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കേട്ടോ. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB എന്ന് പറയും കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ, NDPS ആക്ട് പ്രകാരം 1986 മാർച്ച് 17-ന് നിലവിൽ വന്ന സ്ഥാപനമാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇനി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിലവിലെ ഡയറക്ടർ ജനറൽ അനുരാഗ് ഗാർഗ് IPS ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഗാർഗ് IPS ആണ്. NDPS ആക്ട് 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. NDPS ആക്ട് ഭേദഗതി ചെയ്ത വർഷങ്ങൾ 1988, 2001, 2014. 1988, 2001, 2014 എന്നീ വർഷങ്ങളിലാണ് NDPS നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു NDPS നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി ഈ ഒരു ആക്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് സെക്ഷൻസ് ആയിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് CPO, WCPO പോലുള്ള എക്സാംസിന് സെക്ഷൻസ് മാത്രമേ ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളൂ. അതാണ് പറയുന്നത്. ഈ ഒരു ആക്ടിൽ നിന്ന് 2 മാർക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സിലബസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ്. ഈ സെക്ഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സെക്ഷൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 2 മാർക്ക് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ അധ്യായം 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അതായത് NDPS ആക്ടിന്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രസ്താവിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 1. നമുക്കറിയാം അതിന്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും ഒക്കെ പ്രസ്താവിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 1 ആണ് NDPS ആക്ടില്. ഇനി ഈ ആക്ടിന്റെ ശരിക്കുമുള്ള പേരെന്താണ്? നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 എന്നാണ് ശരിക്കുമുള്ള പേര്. നമ്മുടെ ഈ ഒരു NDPS ആക്ട് ഇന്ത്യ മുഴുവൻ വ്യാപ്തിയുള്ളതാണ് കേട്ടോ. അതായത് നിലവിൽ ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ് NDPS ആക്ട്. കൂടാതെ ഈ ആക്ട് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും ഉള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. അതുകൂടെ കണക്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു നോക്കണം. എന്താണ് നമ്മുടെ ഈ ഒരു NDPS ആക്ട് ഇന്ത്യ മുഴുവൻ വ്യാപ്തിയുള്ളതും എന്താണ് അധികാരമുള്ളൊരു ആക്ടാണ്. ഇന്ത്യ മുഴുവനുള്ള പ്രാബല്യത്തിലുള്ള ഒരു ആക്ടാണ് NDPS ആക്ട്. കൂടാതെ ഈ ആക്ട് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു നിയമം ബാധകമാണ്. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും NDPS ആക്ട് എന്ന് പറഞ്ഞ നിയമം ബാധകമാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ് NDPS ആക്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം.
ഇന്നോട് പ്രമേയം പഠിച്ചു വെക്കണം. NDPS ആക്ട് ഇന്ത്യ മുഴുവൻ വ്യാപ്തിയുള്ള നിയമമാണ്. കൂടാതെ ഈ ആക്ട് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ ആക്ട് ബാധകമാണ്. പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു നിയമവും ബാധകമാണ്. നോക്കാം. ഇനി അധ്യായം 4 നിയമലംഘനങ്ങളും പിഴകളും കേട്ടോ. അധ്യായം 4 എന്താണ്? നിയമലംഘനങ്ങളും പിഴകളും. നോക്കാം. 1 സെക്ഷൻ 25 പണിഷ്മെന്റ് ഫോർ അലോവിംഗ് പ്രിമിസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 25. അപ്പൊ എന്താണ് NDPS ആക്ടിലെ സെക്ഷൻ 25? എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 25. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഏതെങ്കിലും ഒരു വീടോ മുറിയോ പരിസരമോ സ്ഥലമോ മൃഗമോ വാഹനമോ NDPS നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ഉടമയ്ക്കും അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ സമയത്തെ വാടകക്കാരനും കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ നൽകാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ ഒരു NDPS നിയമം എന്ന് പറയുന്നത്? മയക്കുമരുന്ന് അങ്ങനെയുള്ള സബ്സ്റ്റൻസിന്റെ ആക്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും NDPS നിയമത്തിൽ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും സഹായിച്ചാലോ, ചിലപ്പം വീട്ടിൽ വെച്ച് സഹായിച്ചാലോ, ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായം കൊടുത്താലോ, വീടോ സഹായത്തിനായിട്ട് എങ്ങനെയാണ് നമ്മളെങ്ങനെ സഹായിക്കും? ഒന്നുകിൽ ആ കുറ്റകൃത്യം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വീടോ മുറിയോ പരിസരമോ സ്ഥലമോ മൃഗമോ അല്ലെങ്കിൽ വാഹനമോ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് എന്താണ് ഇവിടെ ആ സഹായിച്ച ആൾക്കും ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു വീടോ മുറിയോ പരിസരമോ സ്ഥലമോ മൃഗമോ വാഹനമോ NDPS നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയ ഉടമയ്ക്കും അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ സമയത്തെ വാടകക്കാരനും കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ നൽകാവുന്നതാണ്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. അപ്പൊ സെക്ഷൻ 25 എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 25. അടുത്ത നോക്കാം. അടുത്തത് സെക്ഷൻ 27 ആണ്. എന്താണ്? പണിഷ്മെന്റ് ഫോർ കൺസപ്ഷൻ ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അതായത് ഏതെങ്കിലും ഒരു മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കണം. സെക്ഷൻ 27 എന്താണ്? ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27. നോക്കാം. 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് ഉപയോഗിക്കുകയാണ്, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ശിക്ഷയാണ്. അതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 27 പറയുന്നത്. നോക്കാം. 2 കണ്ടീഷനുണ്ട്. അതായത് കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ഈ ഒരു മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഈ NDPS ആക്ട് പ്രകാരം നമുക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇനി മേൽപ്പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷനാണ്, മേൽപ്പറഞ്ഞ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ അല്ലാത്ത മറ്റേതെങ്കിലും ഉപയോഗിച്ചുള്ള ശിക്ഷ 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 27 പറയുന്നത് ഏതെങ്കിലും ഒരു മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27. സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ, അതായത് ഈ കൊക്കൈനോ മോർഫിനോ ഡയസ്റ്റൈലോ പിന്നെ കേന്ദ്ര സർക്കാർ മയക്കുമരുന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഔദ്യോഗിക ഗസറ്റിലുള്ള മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ഗസറ്റിലുള്ള മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് ശിക്ഷ?
1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? മേൽപ്പറഞ്ഞ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ അല്ലാതെ മറ്റ്, അതായത് ഗസറ്റിലല്ലാത്ത, കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഗസറ്റിൽ അല്ലാത്ത ലഹരി പദാർത്ഥങ്ങളോ അല്ലാതെ മറ്റേതെങ്കിലും ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 28. എന്താണ്? പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ്സ് ടു കമ്മിറ്റ് ഒഫൻസസ്, അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 28. എന്താണ്? കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 28. അതായത് അധ്യായം 4 കീഴിൽ വരുന്ന ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയോ കുറ്റകൃത്യം ചെയ്യാൻ കാരണമാവുകയോ ചെയ്താൽ വ്യക്തിക്ക് കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ നൽകാവുന്നതാണ് കേട്ടോ. ഇപ്പൊ എന്താണ് അധ്യായം 4 പ്രകാരം പറയുന്നത്? എന്താണ്? അധ്യായം 4 കീഴിൽ വരുന്ന ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയോ കുറ്റകൃത്യം ചെയ്യാൻ കാരണമാവുകയോ ചെയ്താൽ വ്യക്തിക്ക് കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ തന്നെ നൽകാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28 ആണ്. ഇനി അടുത്ത ഒരു സെക്ഷൻ, പ്രധാനപ്പെട്ട സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ബാച്ച് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള ലൈവ് ഓഡിയോ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി PDF നോട്ട്സും ഉണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെയും ക്ലാസ്സുകളുടെയും നോട്ട്സുകൾ നമ്മൾ അന്നന്ന് തന്നെ ഇട്ടു പോകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ നോട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ച് തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. വെറും 200 രൂപ. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെറും 200 രൂപയുള്ള നമുക്കറിയാം ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഈ ഒരു ബാച്ചിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയായിട്ടുള്ള VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയായിരിക്കും ഈ ഒരു ബാച്ചിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ വരുന്ന എല്ലാ 10th പ്രിലിംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടി ആയിക്കോട്ടെ, ഈ CPO പരീക്ഷ ആയിക്കോട്ടെ, WCPO ആയിക്കോട്ടെ, ഇതിനൊക്കെ വേണ്ടുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് സിലബസ് നോക്കി പഠിക്കാം. കറണ്ട് അഫയേഴ്സ് വൈഡായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 100ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ. എല്ലാവർക്കും നല്ല എല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് ഞാൻ പക്കയാക്കി തരുന്നതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ. ക്ലിയർ ആണേ? ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ 31 എന്താണ്? എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ. എന്താണ് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ? അതായത് കുറ്റകൃത്യം നടത്തിയതിന്റെ പേരിൽ കമ്മീഷൻ ശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നു കേട്ടോ. അപ്പൊ എന്താണ്? കുറ്റകൃത്യം നടത്തിയതിന്റെ പേരിൽ കമ്മീഷൻ ശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നു. തുടർന്നുള്ള ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. അതായത് പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 31 പറയുന്നത്. ഒന്നുകൂടെ പറയാം. സെക്ഷൻ 31 എന്ന് പറയുന്നത് കുറ്റകൃത്യം നടത്തിയതിന്റെ പേരിൽ കമ്മീഷൻ ശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി കുറ്റകൃത്യം കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നു. തുടർന്നുള്ള ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ കുറ്റകൃത്യം ആവർത്തിച്ചാൽ എന്താണ്? ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഇനി നമ്മൾ സെക്ഷൻ 31A എന്ന് പറഞ്ഞ NDPS ആക്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 31A എന്ന് പറയുന്നത്. ആ സെക്ഷൻ 31A പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട 3 സെക്ഷൻസ് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണ്? സെക്ഷൻ 19 അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ സെക്ഷൻ 24 അറിഞ്ഞിരിക്കണം, 27A അറിഞ്ഞിരിക്കണം. എന്താണെന്ന് നോക്കാം. 19 എന്താണെന്ന് നോക്കാം.
പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ഉള്ള വ്യക്തി കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗമോ അനധികൃതമായി എടുത്താൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. എന്താണ്? പോപ്പി കൃഷി കേട്ടോ. സെക്ഷൻ 19 പോപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ഉള്ള വ്യക്തി കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗമോ അനധികൃതമായി എടുത്താൽ 10 മുതൽ 20 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. ഇനി നമുക്ക് സെക്ഷൻ 24 എന്താണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴ ശിക്ഷയും ലഭിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 24. അപ്പോൾ 24 എന്താണ്? ഇന്ത്യക്ക് പുറത്തു വെച്ച് നമ്മുടെ രാജ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാലാണ് 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും പിന്നെന്താണ് 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ 24. ഇനി സെക്ഷൻ 27A എന്ന് പറഞ്ഞാൽ എന്താണ്? അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27A. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ. എന്താണ്? സെക്ഷൻ 19, 24, 27 കേട്ടോ. 19, 24, 27 ഇതിന്റെ മൂന്നിന്റെ ശിക്ഷ ഒന്ന് തന്നെയാണ്. എന്താണ്? 10 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഈ 3 സെക്ഷൻസിന്റെ വകുപ്പിന്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 19 പോപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സെക്ഷൻ 24 എന്താണ്? നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ട് കച്ചവടം നടത്തുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 24. പിന്നെ 27A എന്ന് പറഞ്ഞാൽ അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയാണ് സെക്ഷൻ 27A എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 19, 24, 27. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ സെക്ഷൻ 31A വരുന്നത്. നോക്കാം. സെക്ഷൻ 31A എന്ന് പറഞ്ഞാൽ ഡെത്ത് പെനാലിറ്റി ഫോർ സർട്ടൈൻ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ. അതായത് മുൻശിക്ഷയ്ക്ക് ശേഷമുള്ള ചില കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 31A. സ്ഥിരമായിട്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, WCPO ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെക്ഷൻ 31A. കാരണം എന്താണ്? ഈ സെക്ഷൻ 31A എന്ന് പറഞ്ഞാൽ വധശിക്ഷ ലഭിക്കാവുന്ന NDPS ആക്ടിലെ ഏക നിയമമാണ്, ഏക സെക്ഷനാണ് സെക്ഷൻ 31A എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് മുൻശിക്ഷയ്ക്ക് ശേഷമുള്ള ചില കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 31A. അതായത് നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 19 എന്താണ്? സെക്ഷൻ 19, 24, സെക്ഷൻ 27A പ്രകാരമോ മയക്കുമരുന്ന് ഓർ ലഹരി പദാർത്ഥം എന്നിവയുടെ വാണിജ്യ അളവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കോ മുൻപൊരിക്കൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുകയോ അതിന് നേരിട്ടോ അല്ലാതെയോ സാമ്പത്തിക സഹായം നൽകിയാലോ ആ വ്യക്തിയെ സെക്ഷൻ 31 പരാമർശിക്കുന്നതിൽ കുറയാത്ത ശിക്ഷയോ വധശിക്ഷയ്ക്കോ വിധേയമാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27 എന്നീ സെക്ഷൻസിലെ കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31 എന്ന് പറയുന്നത്. ഇതിന്റെ പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 31A പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 37. ഒഫൻസസ് ടു ബി കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. നമ്മൾ ഇന്നലെ കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ, നമ്മൾ കൊഗ്നൈസബിളിനെ കുറിച്ചൊക്കെ നമ്മൾ BNSലൊക്കെ പഠിക്കുന്നതാണ്. കൊഗ്നൈസബിൾ എന്താണ്? കൊഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് കൊഗ്നൈസബിൾ കുറ്റങ്ങൾ എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 37 പറയുന്നത്. കൊഗ്നൈസബിളും ജാമ്യമില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 37 കേട്ടോ. അപ്പോൾ കൊഗ്നൈസബിളും ജാമ്യമില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 37. ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റങ്ങളും കൊഗ്നൈസബിൾ ആണ് കേട്ടോ. ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റങ്ങളും കൊഗ്നൈസബിൾ ആണ്. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറിന് ജാമ്യാപേക്ഷയെ എതിർക്കുകയും കോടതിക്ക് പ്രസ്തുത വ്യക്തി ജാമ്യകാലയളവിൽ മറ്റൊരു സമാന കുറ്റകൃത്യം നടത്തില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒഴികെ സെക്ഷൻ 19, 24, 27A തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട
ഒരു വ്യക്തിക്കും ജാമ്യം ലഭിക്കുന്നതല്ല കേട്ടോ. അപ്പം മറ്റു കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താണ് ജാമ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. സമാന കുറ്റകൃത്യം നടത്തില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം കൊടുക്കും. എന്നാൽ കണ്ടീഷനുണ്ട്, 19, 24, 27 എന്നീ സെക്ഷനിൽപ്പെട്ട കുറ്റങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ജാമ്യം ലഭിക്കുക ഇല്ല എന്നാണ് പറയുന്നത്, ഈ ഒരു സെക്ഷൻ പ്രകാരം പറയുന്നത്. ഇനി നോക്കാം നമുക്ക്. അടുത്തത് അധ്യായം 5A ആണ്. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടെത്തൽ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. സെക്ഷൻ 68F സീഷർ ഓർ ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി. അതായത് നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 68F കേട്ടോ. അപ്പൊ നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 68F ആണ്. അതായത് ഒരു വ്യക്തി നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചാൽ സ്വാഭാവികമായി അയാൾ പ്രസ്തുത സ്വത്ത് മറച്ചുവെക്കാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ട്. അതിനാൽ നിയമവിരുദ്ധമായി സമ്പാദിച്ച ആ സ്വത്ത് പിടിച്ചെടുക്കാനോ മരവിപ്പിക്കാനോ ആ ഉദ്യോഗസ്ഥന് അധികാരമുണ്ടെന്നാണ് സെക്ഷൻ 68F പറയുന്നത് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ NDPS നിയമത്തിലെ ഏതെങ്കിലും ക്രൈമിലൂടെ അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് എന്താണ്, ആ സ്വത്ത് ആ ക്രൈമിലൂടെ സമ്പാദിച്ചതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്യോഗസ്ഥർക്ക് അത് മരവിപ്പിക്കുകയോ ആ സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ആണ് സെക്ഷൻ 68F പറയുന്നത് കേട്ടോ. ക്ലിയർ ആണേ? ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു അടുത്തൊരു പോയിന്റ് ആണ്, സ്വത്ത് പിടിച്ചെടുക്കുന്നത് പ്രായോഗികമല്ലെങ്കിൽ പ്രസ്തുത വസ്തു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ യോഗ്യതയുള്ള മറ്റ് അതോറിറ്റിയുടെയോ മുൻകൂർ അനുമതിയില്ലാതെ കൈമാറാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല എന്ന് ഉത്തരവ് നൽകാം. ഇതിൻ പ്രകാരമുള്ള ഉത്തരവിന്റെ കോപ്പി അധികാരപ്പെട്ട അതോറിറ്റിക്ക് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. അപ്പൊ എന്താണ് ഇതിൻ പ്രകാരമുള്ള ഉത്തരവിന്റെ കോപ്പി അധികാരപ്പെട്ട അതോറിറ്റിക്ക് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. അധികാരപ്പെട്ട അതോറിറ്റി 30 ദിവസത്തിനകം അംഗീകരിച്ചില്ലെങ്കിൽ പ്രസ്തുത ഉത്തരവിന് വിലയുണ്ടാകില്ല. അപ്പൊ എന്താണ് അധികാരപ്പെട്ട അതോറിറ്റി 30 ദിവസത്തിനകം അംഗീകരിച്ചില്ലെങ്കിൽ പ്രസ്തുത ഉത്തരവിന് വിലയുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ 2 പരീക്ഷകളിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം. NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, NDPS നിയമം ആർക്കെല്ലാം ബാധകം ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷൻസ് വന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും ബാധകമാവൂ? ഇല്ല. എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും ബാധകമല്ല. ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബാധകമാണ്. അത് ശരിയാണ്. ഇനി ലോകത്തെവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലോ വിമാനമോ അതിന് ബാധകമാവില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾ ലോകത്തെവിടെയാണെങ്കിലും എന്താണ് ഈ ഒരു നിയമപ്രകാരം നിയമം ബാധകമാണ്. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ആ കപ്പൽ ലോകത്ത് എവിടെ കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. ക്ലിയർ ആണേ? ഇനി മുകളിൽ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? NDPS നിയമം ആർക്കെല്ലാമാണ് ബാധകം? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും, പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലോ വിമാനത്തിനോ ഒക്കെ ബാധകമാണ്. പിന്നെ ഇന്ത്യയിൽ മുഴുവനും പ്രാബല്യത്തിൽ നിൽക്കുന്ന നിയമം കൂടിയാണ് NDPS നിയമം. ഇനി അടുത്തത് 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്കാണ് ബാധകമാണ്? വധശിക്ഷ ബാധകമായിട്ടുള്ള കുറ്റങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചാണ് 19, 24, 27A കേട്ടോ. 19, 24, 27 എന്ന് പറഞ്ഞ സെക്ഷനിലെ കുറ്റങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31A പറയുന്നത്. 31A പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ NDPS നിയമത്തിലെ വധശിക്ഷയ്ക്കുള്ള സെക്ഷനാണ് സെക്ഷൻ 31A എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? അപ്പോൾ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായിട്ട് അയാൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. നമ്മുടെ സെക്ഷൻ 25 പഠിച്ചതല്ലേ? പരിസരം, സ്ഥലം, വാഹനം തുടങ്ങിയവയൊക്കെ എന്താണ് ഈ കുറ്റകൃത്യത്തിന് അനുവദിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യം, ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത്? പിന്നെ നമ്മുടെ സെക്ഷൻ 31 അടുത്ത പരീക്ഷയിലെ ക്വസ്റ്റ്യൻ വന്നു കണ്ടോ. അതപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു സെക്ഷനാണ് സെക്ഷൻ 31A എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്ഷൻ 30A എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ്? നമ്മൾ ആ ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ആവർത്തിച്ചുള്ള സൈക്കോട്രോപിക് വസ്തുക്കളുടെ ഉപഭോഗം. അപ്പോൾ ആൻസർ ഏതാണ്?
അല്ല ഇതല്ല, സോറി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, ബി അല്ല, ഓപ്ഷൻ സി ആണ്. ഞാൻ ആവർത്തിച്ചതെന്ന് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് NDPS ആക്ടിന്റെ സെക്ഷൻ 31A ചുമത്താൻ സാധ്യതയുള്ളത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതിനകത്താണ്? ഓപ്ഷൻ സി ആണ്. വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിനാണ് വകുപ്പ് സെക്ഷൻ 31A ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ചുമത്താൻ സാധിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ NDPS നിയമത്തിൽ നമ്മുടെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ NDPS നിയമത്തിൽ നമ്മൾ പഠിച്ച സെക്ഷൻസ് ഇല്ലേ, ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 2 മാർക്ക് വളരെ ഷുവറായിട്ട് കിട്ടുന്നതാണ് 2 മാർക്ക്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സിന് നടത്തുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറച്ച് NDPSലെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു തരാം. അതോടെ കഴിയുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും, NDPS സെറ്റ് ആവും. അതോടൊപ്പം തന്നെ നമ്മളെ CPOയുടെ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ CPOയുടെ PVQ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ കേരള പോലീസ് ആക്ടിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കേരള പോലീസ് ആക്ട് 2011 ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ കണ്ട കൂട്ടുകാർ കാണാത്ത കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. നമ്മൾ ഇനിയും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ WCPO CPO സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.